എന്റെ ക്ലാസ് കേൾക്കുമ്പോൾ കുറെ എക്സ്ട്രാ പോയിന്റ്സ് അല്ലെങ്കിൽ പഠിച്ച കാര്യം റിവിഷൻ ഇങ്ങനെയുള്ള പല ഫീലാണ് ഉണ്ടാവുക. നമസ്കാരം. മലയാളം PSCക്ക് വേണ്ടി ഇന്ന് ഒരു ഇന്ററാക്ഷൻ ക്ലാസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അതായത് ബേസിക് കാര്യങ്ങളല്ല പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരും, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കത് വളരെ പ്രയോജനം ചെയ്യുമെന്ന് ആദ്യമേ പറയുകയാണ്. നിങ്ങളൊരു പേപ്പറും പേനയും അല്ലെങ്കിൽ ഒരു പുസ്തകവും പേനയും എടുത്ത് റെഡി ആയിട്ട് വെച്ചിട്ട് വേണം എൻ്റെ ക്ലാസ് കേൾക്കാൻ. ഞാൻ ഓരോരോ കാര്യങ്ങൾ അത്യാവശ്യമുള്ളതൊക്കെ എഴുതി പോകും, ചിലതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. പരീക്ഷയ്ക്ക് വരുന്ന ചില ചോദ്യങ്ങളാണ്. ഇപ്പൊ ഉദാഹരണം, അതിനകത്ത് അർത്ഥം വരും, പര്യായം വരും, വിപരീതം വരും, ചിലപ്പോ പിന്നെ സമാസം വരും. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. വല്ലവി എന്താണ് അർത്ഥം? വല്ലവി വല്ലവി എന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീ. ഗോപസ്ത്രീ എന്നാണ് അർത്ഥം. അപ്പൊ ഇതിന് സമാനമായ മറ്റൊരു വാക്കുണ്ട്. എന്താ? വല്ലകി. വല്ലകി എന്ന് പറഞ്ഞാൽ വീണയാണ്, വീണ. അതുപോലെ കച്ചവി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അറിയാമോ? കച്ചവി. കച്ചവി സോറി, ഇങ്ങനെയല്ല എഴുതുന്നത്, ഇങ്ങനെ വരും. അത് ഞാൻ വായിക്കാം, ഇവിടെ വെട്ടുവാണേ. കച്ചവി കാണാവോ? കച്ചവി. കച്ചവി എന്ന് പറഞ്ഞാൽ വീണ എന്ന് തന്നെ അർത്ഥം. പക്ഷേ അത് സരസ്വതിയുടെ കയ്യിലിരിക്കുന്ന വീണയാണ് കച്ചവി. ഇതിന് പെണ്ണാമ എന്നൊരു അർത്ഥമുണ്ട്. കച്ചവി മീൻസ് പെണ്ണാമ, ആമയിൽ പെൺവർഗമായിട്ടുള്ള. അപ്പൊ കച്ചവി മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പൊ ഇത് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം പറയൂ. നെറ്റിയുടെ പര്യായപദങ്ങൾ. നെറ്റി. നെറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതാണ് നെറ്റി, ഇതാണ് നെറ്റി. അപ്പൊ നെറ്റിക്ക് ഭാലം എന്ന് പറയും. അത് നിങ്ങൾ മനസ്സിലാക്കണം, ഫാലമല്ല, ഭാലം. പ ഭ ബ ഭ മ. അപ്പൊ അതിൽ രണ്ടാമത്തെ അക്ഷരമാണ്. ഈ ആദ്യത്തെ ഗ്രൂപ്പ് അക്ഷരത്തിന്റെ കൂടെ ഹ ചേർത്തിട്ടാണ് ഭ ഉണ്ടാവുന്നത്. ഇതെങ്ങനെ ഉച്ചരിക്കും? പായിൽ തുടങ്ങി ഹായിൽ അവസാനിക്കണം. പായിൽ തുടങ്ങി ഹായിൽ. അപ്പൊ പ്ഹ. സ്പീഡിൽ പറയുമ്പോ ഭ. കണ്ടോ? അപ്പൊ ഭ. അപ്പം മലയാളത്തിൽ ഭ എന്നാ പറയാ. ഇതൊക്കെ ചെയ്തിട്ട് എന്താ? ഫലം. അപ്പൊ ഭ. പിന്നെ അത് ഇംഗ്ലീഷിലൊക്കെ വന്നപ്പോഴാണ് നമ്മൾക്ക് വേറെ ലിപി ഇല്ലാത്തതുകൊണ്ട്, അവർക്ക് വേറെ ലിപി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫാൻ, ഫ്യൂസ്, ഫേസ്, ഫീസ് അതൊക്കെ ഫായിലാക്കിയത്. അല്ലാതെ ഇത് ഫായല്ല, ഫായാണ്. അപ്പൊ ഫാലം. ഫാലത്തിന് നെറ്റി എന്നാണ് പറയുക. ഫാലം സമം നെറ്റി. നെറ്റിക്ക് വേറെയും പര്യായപദം ഉണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലേ? നിടിലം. വേറെ എന്തൊക്കെയുണ്ട് പറയൂ? നിടിലം, ലലാടം, ലലാടം. ഉറക്കെ പറയൂ. അളികം. 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 കണ്ടോ? അളികം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അളികം നെറ്റിയാണ്. അളി എന്ന് പറഞ്ഞാൽ വണ്ട്. അളി എന്ന് പറഞ്ഞാൽ വണ്ട്. ആളി എന്ന് പറഞ്ഞാൽ തോഴി അല്ലെങ്കിൽ കൂട്ടുകാരി. ഓക്കെ. അപ്പം അളികം എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റിയാണ്. അളികം നെറ്റി. അളി വണ്ട്, ആളി തോഴി, അളിയൻ അത് വേറെ, അത് പെങ്ങളുടെ ഭർത്താവ്. അടുത്ത ചോദ്യം ചോദിക്കൂ. ഏറ്റവും ഉയർന്ന നിലാസമം. ഏറ്റവും ഉയർന്ന നില. ഏറ്റവും ഉയർന്ന നിലയ്ക്കുള്ള ഒറ്റപ്പദം ഏതെന്നാണ് ചോദ്യം. ഏറ്റവും ഉയർന്ന നില എന്നുള്ളതിന്റെ ഒറ്റപ്പദം പരമകാഷ്ഠ. കണ്ടോ? പരമകാഷ്ഠ. ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ പരമകാഷ്ഠ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന നില എന്നതിന്റെ ഒറ്റപ്പദമാണ് എന്ന് മനസ്സിലാക്കുക. വേൾ അധികം തൂ. വേളധികം തൂ എന്തുവാ? വേളധികം തൂ, കേളധികം തൂ. കണ്ടോ? അപ്പൊ ഇതിന് വേട്ടു എന്നാ പറയുക. വേട്ടു, കേട്ടു. കണ്ടോ? അപ്പോ ചില്ല് വന്നാൽ ആദേശം എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ചില്ല് വന്നാൽ ആദേശം, അമ്മ വന്നാൽ ആദേശസന്ധി. അപ്പം അമ്മും ചില്ലും ഒക്കെ വന്നാൽ ആദേശം. പിന്നെ അതിന്റെ ഒരു നിയമം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചേർത്ത് എഴുതുമ്പോൾ ആ ചില്ല് കാണത്തില്ല. വേൾത്തു ചേർത്ത് എഴുതിയപ്പോ ചില്ലുണ്ടോ ഇവിടെ? ഇല്ല. ചേർത്ത് എഴുതിയപ്പോ ഇവിടെ ചില്ലുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം ആദേശസന്ധി ആണെന്നാണ്. ഓക്കെ. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടത്, കേൾ, വേൾ എന്ന് പറയുന്നത് റൂട്ട് വെർബാണ്, റൂട്ട് ധാതുവാണ്. ഓക്കെ. അതിന്റെ കൂടെ തു എന്ന് പറയുന്ന ഭൂതകാല പ്രത്യയം ചേർക്കുമ്പോഴാണ് വേൾത്തു, വേട്ടു, കേളധികം തു, കേട്ടു ആകുന്നത്. ഓക്കെ. അടുത്തത് പിഴമൂളുക. അർത്ഥം പിഴമൂളുക എന്ന് വെച്ചാൽ എന്താ? പിഴമൂളുക എന്ന് പറയുന്നത് ഒരു ശൈലിയാണ്. പിഴമൂളുക എന്ന് വെച്ചാൽ തെറ്റ് സമ്മതിക്കുക എന്നാണ് അർത്ഥം. കണ്ടോ? തെറ്റ് സമ്മതിക്കുക. അത്യാവശ്യമുള്ളത് എഴുതിയെടുക്കണം കേട്ടോ. പിഴമൂളുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ശൈലിയാണ്. ഓക്കെ. എന്റെ അക്ഷരം വായിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് തിരുമുൽ കാഴ്ച.
നമുക്ക് നോക്കാം. തിരുമുൽ കാഴ്ച. തിരുമുൽ കാഴ്ച. അപ്പൊ നമ്മൾ തിരുമുൽ കാഴ്ചയാണ് പഠിക്കുന്നത്. നോക്കൂ, തിരുമുൽ കാഴ്ച. തിരുമുൽ കാഴ്ച എന്ന് വെച്ചാൽ എന്താ? പലർക്കും തിരുമുൽ കാഴ്ച അറിയത്തില്ല. ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ ഇങ്ങനെ എടുക്കാൻ നേരത്തെ തിരുമുൽ കാഴ്ച എന്താന്ന് വെച്ചപ്പം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു പിള്ളേര്. അപ്പൊ തിരുമുൽ കാഴ്ച എന്ന് പറഞ്ഞാൽ പ്രഭു, പ്രമാണി, രാജാവ് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും കാഴ്ച വെക്കും. അവരെ കണ്ട് എന്തെങ്കിലും നിവേദനം സമർപ്പിക്കാൻ പോകുന്നതിന് നമ്മൾ എന്തെങ്കിലും കാഴ്ച വെക്കും. അപ്പൊ അതിന് തിരുമുൽ കാഴ്ച എന്നാ പറയുന്നത്. ഈ തിരുമുൽ കാഴ്ച മീൻസ് തിരുമുമ്പിൽ വയ്ക്കുന്ന കാഴ്ച തിരുമുൽ കാഴ്ച. അപ്പൊ തിരുമുൽ കാഴ്ചയുടെ വിഗ്രഹാർത്ഥം കിട്ടിയോ? തിരുമുൽ കാഴ്ചയുടെ വിഗ്രഹാർത്ഥം എന്താ? തിരുമുമ്പിൽ വയ്ക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന കാഴ്ച, തിരുമുൽ കാഴ്ച. ചോദ്യം തിരുമുൽ കാഴ്ച പിരിച്ചെഴുതാനാ. അപ്പൊ തിരുമുമ്പിൽ അല്ലേ? അപ്പൊ എങ്ങനെ പിരിച്ചെഴുതും? തിരുമുൻ അധികം കാഴ്ച തിരുമുൽ കാഴ്ച. ആദേശസന്ധിയാണ്, ഞാൻ പോയിട്ട് ലാ വന്നതുകൊണ്ട് കണ്ടോ. അപ്പം തിരുമുൻ കാഴ്ചയാണ്, തിരുമുൻപിൽ വെക്കുന്ന കാഴ്ച തിരുമുൽ കാഴ്ച. അപ്പൊ ഈ ഒറ്റ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സമാസവും കിട്ടി, പിരിച്ചെഴുതുകയും കിട്ടി, അത് ഏത് സന്ധിയാണെന്നും കിട്ടി. അടുത്തത് പറ. ദിഗ്വിജയം. ദിഗ്വിജയം കണ്ടോ, ദിഗ്വിജയം. ദിഗ്വിജയം എഴുതുന്നത് ദിക് അധികം വിജയം എന്നാണ്. ഈ വായുടെ ചിഹ്നമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, വായുടെ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത്. ദിക്കുകളെ ജയിക്കൽ എന്നർത്ഥം. പണ്ടത്തെ രാജാക്കന്മാര് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് അങ്ങനെ 8 ദിക്കിലേക്കും പോയി അവരുടെ സ്ഥലങ്ങൾ പിടിച്ചടക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ദിക്കുകളെ ജയിക്കുക എന്നാണ് അതിന് പറയുന്നത്. അതിനാണ് ദിക് വിജയം എന്ന് പറയുന്നത്. അപ്പൊ ദിക് ഒരു കാ മതി, ചന്ദ്രക്കല. ദിക് വിജയം, ദിഗ് വിജയം. അപ്പൊ കാ പോയിട്ട് ഗാ വന്നതിനാൽ, ഒന്ന് പോയി മറ്റൊന്ന് വന്നതിനാൽ ആദേശസന്ധി. അടുത്തത് നിവഹം എന്ന പദത്തിന്റെ അർത്ഥം. നിവഹം കൂട്ടം. അടുത്തത് പങ്ക്തി. പങ്ക്തി എന്ന് വെച്ചാൽ, പങ്ക്തി പറയുമ്പോൾ വേറൊരു കാര്യം പറയണം. പങ്ക്തി സമം കൂട്ടം എന്നാണ് അർത്ഥം. പന്തി എന്ന് പറഞ്ഞാലും ശരിയാ, നിര എന്ന് പറഞ്ഞാലും ശരിയാ. ഓക്കെ, അപ്പൊ ഈ പങ്ക്തിയെ പറ്റി ഒന്ന് പറയാം. പങ്ക്തിയെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് തൽസമം, മറ്റൊന്ന് തൽഭവം. തൽഭവം. ആ ഭാ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്തോ? ഇങ്ങനെ വരും. അപ്പൊ തൽസമമാണ് ആദ്യം പറയുന്നത് കേട്ടോ. തൽസമം എന്ന് പറഞ്ഞാൽ അന്യഭാഷയിലെ പദങ്ങൾ അതേപോലെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തൽസമം. ബസ്, കാറ്, പെൻസില്, ചോക്ലേറ്റ്, ബുക്ക്, ഇതൊക്കെ അതേപോലെ നമ്മൾ കടം കൊണ്ടതാ. മുഖം സംസ്കൃതമാണ്. മുഖം, സൗന്ദര്യം, നഖം, പാദം, ഇതെല്ലാം അതേപോലെ കടം കൊണ്ടതാ സംസ്കൃതത്തിൽ നിന്ന്. അപ്പൊ ഇതെല്ലാം തൽസമമാണ്. ഇതിനെ മാറ്റം വരുത്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ തൽഭവം. ഉദാഹരണം, പങ്ക്തി എന്ന് പറഞ്ഞാൽ സംസ്കൃത വാക്കാണ്. പങ്ക്തി, നിര, കൂട്ടം എന്നാണ് അർത്ഥം. നിരയാണ് കുറച്ചുകൂടെ അർത്ഥം കറക്റ്റ്. അപ്പൊ പങ്ക്തി, നിര അല്ലെങ്കിൽ കൂട്ടം. അത് നമ്മൾ എന്തോ ആക്കി പറഞ്ഞ് തൽഭവമായ പന്തിയാക്കി മാറ്റി. നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിന് അത് മാറ്റം വരുത്തി പങ്ക്തി എന്നുള്ളത് പന്തിയാക്കി. അർത്ഥമൊന്നും മാറിയില്ല, നിര, കൂട്ടം തന്നെ. നമ്മൾ കല്യാണത്തിനൊക്കെ പറഞ്ഞില്ലേ, ഫസ്റ്റ് പന്തിക്ക് തന്നെ ഉണ്ണണം എന്ന് പറയാറില്ലേ? അപ്പൊ അത് പന്തി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പറയും. ക്ഷേലം. ഇങ്ങനെ ഒരു വാക്കുണ്ട്, അർത്ഥം അറിയാവോ? ക്ഷേ, ക്ഷേലം. മറ്റൊരു വാക്കുണ്ട് ക്ഷേളം. രണ്ടിനും 2 അർത്ഥമാണ്. ക്ഷേലം എന്ന് വെച്ചാൽ കളി എന്നാണ് അർത്ഥം, കളിക്കുക, പ്ലേ. ക്ഷേളം എന്ന് പറഞ്ഞാൽ വിഷം എന്നാണ് അർത്ഥം. അപ്പൊ ക്ഷേളം വിഷം, ക്ഷേലം കളി. ഇപ്പോഴത്തെ ക്വസ്റ്റ്യനാണ്, പലതും പ്രീവിയസ് ഒന്നും അല്ല. ആവശ്യം പോലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ എന്നെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് പറ. ഊർമി. വേഗം വേഗം പറയണേ. ഊർമിള നിങ്ങൾക്കറിയാം. ഊർമിള, ഊർമിള നിങ്ങൾക്കറിയാം. ആരാ? നമ്മുടെ ശ്രീരാമന്റെ പത്നിയായിട്ടുള്ള സീതയുടെ അനിയത്തിയാണ് ഊർമിള. പിന്നെ മാണ്ഡവിയുണ്ട്, ശ്രുതകീർത്തിയുണ്ട്. ശ്രുതകീർത്തി ഇത്രയും ജനക ഋഷി എന്ന് അദ്ദേഹത്തെ പറയുക. ജനക മഹാരാജാവിന്റെ മക്കളാണ് 4 പേര്: സീത, ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി. അതിലെ ഊർമിള നിങ്ങൾക്കറിയാം. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് ജനക മഹാരാജാവിനെ മനസ്സിലായി. ജനക മഹാരാജാവിന്റെ പുത്രിയായിട്ട് പറയുന്നത്, അപ്പൊ ജാനകി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് സീതയാണ്.
അപ്പൊ പരീക്ഷയ്ക്ക് ജനകന്റെ പുത്രി, അപ്പൊ നിങ്ങൾ എന്തോ പറയണം? ജാനകി എന്ന് പറയണം. ഇത് പറഞ്ഞു വന്നത് ഊർമിയുടെ കാര്യം മാത്രം പറയാനാ. ഊർമിളയുടെ ള വേണ്ട, ഊർമി മാത്രം പറഞ്ഞാൽ തിര എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തിര, തിരമാലയുടെ തിര. ഓക്കെ. ഇനി അതുപോലെ കല്ലോലം തിരമാലയാണ്. കല്ലോലിനി എന്ന് പറഞ്ഞാൽ തിര ഉണ്ടാക്കുന്നത്. പുഴ, നദി എന്നൊക്കെയാണ് അർത്ഥം. വേറൊരെണ്ണം ഉണ്ടല്ലോ, പൊയ്ക എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് തടിനിയാണ്. തടിനി പുഴയൊന്നുമല്ല, പൊയ്കയാണ്. പൊയ്ക ചുറ്റും കരയായിരിക്കും, നടുക്ക് വെള്ളം. തടിനി. അടുത്ത പറയൂ. തേരാളിയുടെ പര്യായം അല്ലാത്തതേത്? തേരാളിയുടെ പര്യായ പദം അല്ലാത്തതേത്? ഓപ്ഷൻസ്: സൂതൻ, അടുത്തത് തേജസാരാംശി, ക്ഷത്താവ്, സവ്യേഷ്ഠൻ. സവ്യേഷ്ഠൻ ഇങ്ങനെ തന്നെ ആണോ? അതെ. അപ്പൊ എ, ബി, സി, ഡി. തേരാളിയുടെ പര്യായം അല്ലാത്തതേത് എന്നാണ് ചോദ്യം. തേരാളിയുടെ പര്യായം അല്ലാത്തത് നമുക്കറിയാം. തേരാളി സൂതനാണ്. ക്ഷത്താവ് തേരാളിയാണ്. സവ്യേഷ്ഠൻ തേരാളിയാണ്. പക്ഷെ തേജസാരാംശി എന്ന് പറയുന്നത് തേരാളി അല്ല. തേജസാരാംശി എന്ന് പറഞ്ഞാൽ തേജസ്സിന്റെ സാരമായ അംശം, അതായത് തേജസാരാംശി സമം സൂര്യൻ. അടുത്ത് പറയൂ. ദരിദ്രൻ പര്യായപദം. ദരിദ്രന്റെ പര്യായ പദം ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ കേൾക്കുന്നത് നല്ലതാ കേട്ടോ. ദരിദ്രന്റെ പര്യായ പദങ്ങൾ ഓപ്ഷൻസ്: നിസ്സംജ്ഞൻ, നിസ്സഹായൻ. അത് നിസ്സംജ്ഞൻ ഞാൻ കറക്റ്റ് ആയിട്ട് എഴുതാം. ഓപ്ഷനിൽ നിസ്സംജ്ഞൻ എന്നാണ് അല്ലേ? അടുത്തത് നിസ്സഹായൻ. അടുത്തത് നിഹീനൻ. അടുത്തത് നിസ്വൻ. അപ്പൊ നിസ്വനാണ് ആൻസർ. കേൾക്കുമ്പോ തന്നെ അറിയാം. നിസ്സംജ്ഞൻ എന്തൊരു വാക്കാത്? സംജ്ഞ, അടയാളം, അതുമായിട്ട് ബന്ധമില്ല. നിസ്സഹായൻ, സഹായിക്കാൻ ആരുമില്ലാത്തവൻ. നിഹീനനായിരിക്കും, അതുമല്ല. അപ്പോ നിസ്വനാണ് കറക്റ്റ് ആൻസർ. ദരിദ്രൻ സമം നിസ്വൻ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നിസ്വൻ. നീടം അല്ലേ? നീടം എന്നല്ലേ പറഞ്ഞത്? അടുത്ത എന്താണ്? നീടം. നീടം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയാണ് നീടം എന്ന് എഴുതുന്നത്, അല്ലാതെ ഇതിനകത്തോട്ട് റൗണ്ട് ഇങ്ങനെ വരത്തില്ല. അത് തെറ്റാണ്. അപ്പൊ നീടമുണ്ട്, നീടജം ഉണ്ട്. നീടജം എന്ന് പറഞ്ഞാൽ നീടം സമം പക്ഷിക്കൂട് എന്നാണ് അർത്ഥം. നീടജം എന്ന് പറഞ്ഞാൽ പക്ഷി. അത് മനസ്സിലാക്കുക. അതുപോലെ പക്ഷിയുടെ എതിർലിംഗം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷിയുടെ എതിർലിംഗം പക്ഷിണി ആണ്. അതുപോലെ പക്ഷിയുമായി റിലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. പക്ഷിണി. അതുപോലെ തന്നെ പക്ഷിയുടെ വിഹഗം പക്ഷിയാണ്. അപ്പൊ വിഹായസിൽ ഗമിക്കുന്നത്. വിഹായസ് ആകാശം. അപ്പൊ വിഹായസിൽ ഗമിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് വിഹഗം സമം പക്ഷി എന്ന് പറയുന്നത്. അടുത്തത് പറയൂ. അഞ്ചി. അഞ്ചി എന്നാണ് പറയുന്നത്. ഇങ്ങനെയല്ലേ എഴുതുന്നത്? അതെ. അഞ്ചി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ചന്ദനം എന്നാണോ? അതെ, ചന്ദനം. അഞ്ചി ചന്ദനമാണ്. വേറൊരു വാക്കുണ്ട് അഞ്ചിതം സമം മനോഹരം എന്നാണ്. മനോഹരം. അതുപോലെ കുചന്ദനം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. കുചന്ദനം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം രക്തചന്ദനം എന്നാണ്. അടുത്ത പറയൂ. കന്നിനെ കയം കാണിക്കുക. അർത്ഥം: കന്നിനെ കയം കാണിക്കുക ഒരു ശൈലിയാണ്. കന്ന് പശുക്കുട്ടി. അപ്പൊ കന്നിനെ അല്ലെങ്കിൽ നാൽക്കാലികളുടെ കുട്ടിയാണ്. പ്രത്യേകിച്ച് പശു, കാള. അപ്പൊ ഇതിന്റെയൊക്കെ കാളയ്ക്ക് കുട്ടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ, കാളയും പശു ഒക്കെ കന്ന്. അപ്പൊ കന്നിനെ കയം കാണിക്കുക. അതിനറിയത്തില്ല, കയം വലിയ കുഴിയാ, കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ചാടും. അപ്പൊ കന്നിനെ കയം കാണിക്കുകയുടെ ഉത്തരം എന്താ? ആകർഷകമായ വസ്തുവിൽ മതിമറക്കുക. ആകർഷകമായ വസ്തുവിൽ എനിക്ക് എഴുതുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അതാ ഞാൻ ഈ ചടപട എഴുതുന്നത്. ആകർഷകമായ വസ്തുവിൽ മതിമറക്കുക എന്നാണ്
കണ്ണിനെ കയം കാണിക്കുക എന്ന് പറയുന്ന ചൊല്ലിന്റെ ചൊല്ലെന്നല്ല ശൈലിയുടെ അർത്ഥം. അടുത്ത പറയാം. തലവേദന വിഗ്രഹിക്കുക. പലപ്പോഴും ഉള്ള ഒരു ചോദ്യം, ഈ തലവേദന എന്ന് പറഞ്ഞാൽ തലയുടെ വേദനയാണോ, തലയ്ക്ക് വേദനയാണോ, തലയിൽ വേദനയാണോ, തലയുടെ വേദനയാണോ, ഇങ്ങനെ സംശയം വരും. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തലയിലെ വേദനയാണ്, അല്ലേ? തലയിലെ വേദന, ഇതാണ് നമ്മൾ എഴുതേണ്ടത്. തലയിലെ വേദനയാണ് തലവേദന എന്ന് പറയുന്നത്. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. തലയുടെ വേദന എന്ന് പറയുമ്പോൾ ഒരു ഉടമസ്ഥത ഫീൽ ചെയ്യും. ഉടമസ്ഥത എന്ന് കാണിക്കുന്നതിന് ഇന്റെ ഉടയാണ്. അവന്റെ, അവളുടെ, പശുവിന്റെ, ആടിന്റെ കുട്ടി എന്ന് പറയുമ്പോൾ ആടിന്റെ ഉടമസ്ഥതയിലുള്ള കുട്ടി, ആടിന്റെ കുട്ടി. കോഴിമുട്ട, കോഴിയുടെ മുട്ട. അപ്പം തലയിലെ വേദന എന്ന് പറയുന്നതാണ് കറക്റ്റ്. ആ മനുഷ്യന്റെ പാർട്ടിൽ ഒന്നാണ് തല, മനുഷ്യന്റെ അവയവങ്ങളിൽ ഒന്നാണ് തല. അപ്പൊ ആ തലയിൽ ആണ് വേദന, അതുകൊണ്ടാണ് തലയിലെ വേദന എന്ന് പറയുന്നത്. അല്ലാതെ തലയുടെ ഉടമസ്ഥതയിലുള്ള വേദനയല്ല. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഒരു ഇലയാണോ എന്തുവാ ചേർക്കേണ്ടതെന്നുള്ളത് കിട്ടും. അടുത്ത പറയൂ. മാലേയം എന്ന് പറഞ്ഞാൽ ചന്ദനം എന്നാണ് അർത്ഥം. മാലേയം ചന്ദനം എന്നാണ് അർത്ഥം. അടുത്തത് വിണ്ടലം പിരിച്ചെഴുതുക. വിണ്ടലം എന്ന് വെച്ചാൽ വിണ്ണധികം തലം എന്നാണ് അർത്ഥം. ഞാൻ ബോർഡിന്റെ കറക്റ്റ് ആയിട്ടാണോ നിൽക്കുന്നത്? കാണാവോ? അപ്പൊ വിണ്ടലം എന്ന് പറഞ്ഞാൽ വിൺ തലമാണ് വിണ്ടലം, മാലേയം ചന്ദനം. അടുത്ത പറയൂ. നിലാവിന്റെ പര്യായപദങ്ങൾ. നിലാവിന്റെ പര്യായപദങ്ങൾ എന്തൊക്കെയാ? ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന. കേട്ടോ, നിലാവ്, ഇത്രയും നിലാവാണ്. അത് ജ്യോത്സനയല്ലേ? ജ്യോത്സ്ന. അതുപോലെ തന്നെ കുമുദം എന്ന് പറഞ്ഞാൽ ആമ്പലാണ്. ആമ്പൽ, കുമുദം, ആമ്പല്. കൗമുദി എന്താ പറഞ്ഞ ഇപ്പൊ? നിലാവ്. അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനം കുറേ ഉണ്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പറഞ്ഞേ. വൈദ്യർ, പറയൂ. ഭാഗവതർ, വാദ്യാർ, ആചാര്യർ, ഗുരുക്കൾ, തമ്പ്രാക്കൾ, തിരുവടികൾ, സ്വാമികൾ, ശാസ്ത്രികൾ, ജ്യോത്സ്യർ, പണിക്കർ. ഇങ്ങനെയാണോ എഴുതുന്നത്? ജ്യോത്സ്യർ. അക്ഷരം തെറ്റൊന്നും അല്ലല്ലോ. അടുത്തത് പണിക്കർ. പണിക്കർ ഉണ്ട്. ഇവിടെ എഴുതിയ കാണാമോ? കാണാം. മാരാർ. അപ്പം തൽക്കാലം ഇത്ര എഴുതുക. കണ്ടോ? ഇത്ര നിങ്ങൾ പോസ് ചെയ്ത് ഫോട്ടോ എടുത്ത് വെക്കുക. ഇതെല്ലാം ഒരാളിനെ കാണിക്കുന്നതാ, ബഹുമാന സൂചകമായിട്ട് പറയുന്നതാ. ഇതിനെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. കാര്യം ബഹുവചനത്തിന്റെ പ്രത്യയമായ അർമാർക്കൾ, ഇതൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. പക്ഷെ ഒരാളാ, ദ്രോണർ എന്ന് പറഞ്ഞാൽ ഒരാളാണ്. അപ്പൊ ബഹുമാന സൂചകമായിട്ട് ദ്രോണർ, ദ്രോണാചാര്യർ, ഭീഷ്മർ, വൈദ്യർ എന്ന് പറയാം. അപ്പൊ അതാണ് പൂജക ബഹുവചനം. ഇനി അടുത്ത പേരുകൾ വീണ്ടും എഴുതാം. ഇനി ഉണ്ടോ? ഉണ്ട്. പത്രാധിപർ, അവർകൾ. ഇവിടെ എഴുതി കാണാവോ? കാണാം. അവർകൾ. ന്യായാധിപർ. അടുത്തത് പട്ടർ. ഭട്ടർ എന്ന് പറയും, പട്ടർ എന്ന് പറയും. അടുത്തത് പറ. അവർകൾ. ഇത്രയുള്ളോ? അവർ. ഇതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവർ എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം വരും. കാര്യം ഇപ്പൊ സുഗതകുമാരി വളരെ പ്രശസ്തയായ എഴുത്തുകാരിയാണ്. അവരുടെ രചനകൾ. അവിടെ സുഗതകുമാരി എന്ന് പറയുന്ന ആ സ്ത്രീലിംഗ ശബ്ദം, അതിന് പകരമായിട്ട് നമ്മൾ അവരെ ബഹുമാന സൂചകമായിട്ടാണോ, അതിപ്പം അവൻ, അയാൾ എന്നുള്ളതിന് നമ്മൾ അദ്ദേഹം എന്ന് പറയാറുണ്ട്. അതുപോലെ അവർ എന്നാണ് സ്ത്രീലിംഗ രൂപം. അവളിന്റെ സ്ത്രീലിംഗ രൂപം അത് ബഹുമാന സൂചകമായിട്ട് അവർ എന്ന് പറയാറുണ്ട്. അപ്പൊ അവർ എന്ന് പറയുന്നത് സത്യത്തിൽ അവിടെ പൂജക ബഹുവചനമാണ്.
എന്നാൽ അത് സെന്റൻസിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഇനി അവർ എന്ന് പറയുന്നത് ഇപ്പോ അവർ സിനിമയ്ക്ക് പോയി, കൂട്ടുകാർ അവർ സിനിമയ്ക്ക് പോയി, അവിടെ എന്ന് പറഞ്ഞാൽ അത് വെറും ബഹുവചനമാണ്, പൂജക ബഹുവചനമല്ല. അപ്പൊ സെന്റൻസിന്റെ സ്വഭാവം അനുസരിച്ചാണ് ഈ അവർ പൂജക ബഹുവചനം ആവുന്നതും അല്ലാത്ത സാധാരണ ബഹുവചനം ആവുന്നതും. അത് ശ്രദ്ധിച്ചോണം. അപ്പൊ അത് ഓപ്ഷൻ അനുസരിച്ച് വേണം ഉത്തരം എഴുതാൻ. അപ്പൊ ഇത്രയും നമ്മൾ പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം പറയും. പ്രയോഗത്തിന് യോഗ്യമായത് ഒറ്റപ്പദം. ഇപ്പൊ ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. പ്രയോഗയോഗ്യം എന്നാണ് ആ ഉത്തരം. പ്രയോഗക്ഷമം എന്നാണ് ഇവിടെ ഞാൻ ഉത്തര സൂചികയായിട്ട് കണ്ടതല്ല. പ്രയോഗത്തിന് യോഗ്യമായത് പ്രയോഗയോഗ്യം, പ്രയോഗത്തിന് ക്ഷമമായത് പ്രയോഗക്ഷമം. അപ്പോ പ്രയോഗയോഗ്യം എന്നുള്ളതാണ് ശരി ഉത്തരം. പ്രയോഗയോഗ്യം. അതെന്താ കാര്യമെന്നും കൂടെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം വരത്തില്ലേ? സമാസമാണല്ലോ ഇത്, സമാസം അഥവാ ഒറ്റപ്പദമാണല്ലോ ഇത്. അപ്പൊ സമാസം എന്ന് പറഞ്ഞാൽ എന്താ? വിഭക്തിക്കുറി കൂടാതെ, വിഭക്തിക്കുറി, വിഭക്തിക്കറിയല്ല, വിഭക്തിക്കുറി, വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം. ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. സമാസമാം, ഇതാണ് സമാസത്തിന്റെ ഡെഫിനിഷൻ. അപ്പൊ വിഭക്തിക്കുറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇന്റെ, ഉടെ, ഇൽ, കൽ, ആൽ, ഇതൊക്കെയാണ് വിഭക്തിക്കുറി എന്ന് പറയുന്നത്. അപ്പൊ പ്രയോഗത്തിന്, അപ്പോ വിഭക്തിയായില്ലേ? അതിനെയൊക്കെ കൂടാതെ പദത്തിന്റെ യോഗത്തിനാണ്, ഈ പദങ്ങളുടെ യോഗം ചേർച്ചയ്ക്കാണ് സമാസം അഥവാ ഒറ്റപ്പദം എന്ന് പറയുന്നത്. അപ്പൊ പദങ്ങൾ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ക്ഷമം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വേറെ, യോഗ്യം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വേറെ. അപ്പൊ പ്രയോഗത്തിന് യോഗ്യമായത് എന്ന് പറയുമ്പം പ്രയോഗയോഗ്യം എന്ന് മതി. അതാണ് അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി വ്യത്യാസം വരാം. എപ്പോഴാണെന്നറിയാമോ? ചില കാര്യങ്ങൾക്ക്. ഇപ്പൊ യഥാവിധി എന്ന് നമ്മൾ എഴുതുന്നു. യഥാവിധി എന്ന് പറയുമ്പോൾ നമ്മളത് സമാസം വിഗ്രഹിച്ചെഴുതുമ്പോൾ വിധി പോലെ, യഥാവിധി, വിധി പോലെ, അവിടെ പോലെ എന്ന് ആക്കാറുണ്ട് ചില കാര്യങ്ങൾക്ക് മാത്രം. അടുത്ത ചോദ്യം പറയും. കന്തളം അർത്ഥം. കന്തളം എന്താ അർത്ഥം? മുള. മുള അല്ലെ? കന്തളം മുളയാണ്. കന്തരം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. കന്തരം എന്ന് വെച്ചാൽ ഗുഹ. കന്ധരം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് പ്രൊണൗൺസ് ചെയ്യുന്ന കണക്കിരിക്കും. കന്തളം, കന്തരം, കന്ധരം. കന്ധരം കഴുത്ത്. കജ്ജളം. കജ്ജളം ചെളിയാണ്. കജ്ജളം ചെളി കണ്ടോ? അപ്പോ കന്തളം മുള, കന്തരം ഗുഹ, കന്ധരം കഴുത്ത്, കജ്ജളം ചെളി. അടുത്തത് ശബ്ദത്തിന്റെ പര്യായങ്ങൾ. ശബ്ദം. ശബ്ദം ഈ അടുത്തിടെ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ശബ്ദം അത് എനിക്കും തെറ്റിപ്പോയി. ഞാനൊരു യാത്രയിലായിരുന്നു. അപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഒരു സുഹൃത്ത് പരീക്ഷയ്ക്ക് ശേഷം സാറേ ഇതിന്റെ ഉത്തരം എങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്ത ചോദ്യമാണെന്ന് പറഞ്ഞ് അയച്ചു തന്നു. അപ്പൊ ഇതിങ്ങനെ ഒറ്റ വാക്യം നോക്കിയപ്പോൾ ഞാൻ അതിന്റെ പ്രിന്റിങ്ങിൽ അവസാനം ധ്വാനം എന്ന് കണ്ടു. അത് ധ്വാനമല്ല, ധ്യാനമാണെന്ന് വിചാരിച്ച് അതാണ് തെറ്റായ ഉത്തരം. മീൻസ് ശബ്ദത്തിന് ചേരാത്ത അർത്ഥം അത് ധ്യാനമാണ്. ധ്യാനം ശരിയാ, പക്ഷേ ധ്വാനം എന്നായിരുന്നു ആ പ്രിന്റിങ്ങിൽ കൊടുത്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളും ശ്രദ്ധിക്കണം പരീക്ഷ എഴുതുമ്പോൾ ആ സിമ്പൽ, ആ അക്ഷരം, ചിഹ്നം കറക്റ്റ് ആണോ എന്തുവാ എഴുതിയിരിക്കുന്നത് നോക്കണം. അപ്പൊ ശബ്ദത്തിന്റെ പര്യായമായിട്ട് അതിൽ കണ്ട ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ? രവം. രവം. നാദം. നാദം. ധ്വനി. ധ്വനി. ധ്വാനം. ധ്വാനം. ഇതെല്ലാം പര്യായങ്ങൾ. ഇതെല്ലാം എന്ത് തന്നെയാണ്? ശബ്ദം തന്നെയാണ്. ശബ്ദം തന്നെയാണ്. അപ്പൊ ഞാനിത് പെട്ടെന്ന് കണ്ടപ്പോഴേ ധ്യാനമാണെന്ന് തോന്നി. ധ്യാനം വേറെ. ധ്യാനം എന്ന് പറഞ്ഞാൽ ധീയുടെ അയനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ധീ സമം ബുദ്ധി, ബുദ്ധിയുടെ യാത്ര, ധീ കൊണ്ടുള്ള യാത്ര. അപ്പൊ ധീയുടെ അയനം സമം ധ്യാനം, അത് വേറെ, മെഡിറ്റേഷൻ. ഇത് ധ്വാനം ശബ്ദവുമായി ബന്ധമുള്ളതാണ്. നിനദം. നിനദമൊക്കെ സൗണ്ടാണ്. നിനദം. എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത വോയിസ് അല്ല, അടുത്ത ക്വസ്റ്റ്യൻ. കാണിതശങ്കം പിരിച്ചെഴുതുക. ഒരു ചോദ്യം. എന്തുവാടേ ഇത്? എന്തൊരു വാക്കത് അല്ലേ? നമ്മൾ ഇന്ന് നിങ്ങൾക്ക് അർത്ഥം കിട്ടിയോ അതിന്റെ? കാണിത് അശങ്കം എന്നാണ് ആ വാക്ക് പിരിച്ചെഴുതുന്നത്. ഓക്കെ, കാണിത് അശങ്കം. ഇത് ചേർത്ത് എഴുതുമ്പോ ഇങ്ങനെയാണ് വരിക. എന്താ ഇതിന്റെ അർത്ഥം? ഇത് കാണാൻ എന്തോന്ന്? ശങ്കയില്ലാതെ, ഡൗട്ട്ലെസ്. ശങ്ക സംശയം, അശങ്ക സംശയമില്ലാതെ. അപ്പൊ സംശയം കൂടാതെ നീ ഇത് കാണ് എന്ന് കവിതയിൽ ഒരു കവി പറഞ്ഞിരിക്കുന്ന ഒരു വരി എടുത്ത് മുറിച്ച് വെച്ചിരിക്കുക. കാണിത് അശങ്കം. മനസ്സിലായോ? അടുത്ത ചോദ്യം. പരമോന്നതം പിരിച്ചെഴുതുക.
പരമ ഉന്നതം, പരമോന്നതം. അടുത്തത് ചെന്താര് പിരിച്ചെഴുതുക. ചെമ്മധികം താമരയാ സാധാരണ ചോദിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ താരാക്കിയിട്ടുണ്ട്. എന്തായാലും ചെന്താര് അല്ലേ, ചെന്താമര. അപ്പൊ അമ്മു വന്നാൽ ആദേശം. അടുത്തത് ദുഃഖമുത്ത് വിഗ്രഹാർത്ഥം. ദുഃഖമുത്ത്. നല്ല ചോദ്യം കേട്ടോ. ദുഃഖമുത്ത് അത് നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും പരീക്ഷാ ഹാളിലൊക്കെ ഇരുന്ന്. ദുഃഖമുത്ത് എന്ന് പറയുമ്പം നമ്മൾ പറയാ ദുഃഖത്തിന്റെ മുത്ത്. ഓക്കെ, ദുഃഖത്തിന്റെ മുത്തോ? നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദുഃഖത്തിന് മുത്തുണ്ടോ? ദുഃഖത്തിന്റെ മുത്ത്, ഞാൻ പറഞ്ഞ കണക്ക് ഇന്ത്യയുടെ ഉടമസ്ഥത, കോഴിയുടെ മുട്ട എന്ന് പറയുന്ന പോലെ ദുഃഖത്തിന്റെ മുത്ത്. ദുഃഖത്തിന് മുത്തുണ്ടോ? ഇല്ല. അപ്പൊ അതല്ല, ദുഃഖമാകുന്ന മുത്ത്. അപ്പോ കലാകാരന്മാര് കവികളൊക്കെ പറയുന്ന പോലെ ദുഃഖമാകുന്ന മുത്ത്. അപ്പൊ കറക്റ്റ് ഏതാണ്? ദുഃഖമുത്ത്, ദുഃഖമാകുന്ന മുത്ത്. ആകുന്ന വന്നാൽ രൂപക തൽപുരുഷൻ. അടുത്തത് ജന്മം മുതൽ ഒറ്റപ്പദം. ആജന്മം. ആജന്മം. ആജന്മം എന്ന് പറഞ്ഞാൽ ജന്മം മുതൽ എന്നാണ് അർത്ഥം. അപ്പൊ ചോദിക്കും, സാറേ ഇത് എങ്ങനെ അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റും? സപ്പോസ് നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുകയാണ്, ആജന്മം എന്ന് പറഞ്ഞൊരു വേർഡ് തന്നു. ഓപ്ഷൻ പലതുണ്ട്. ജനനാൽ, ജന്മനാൽ, ജന്മം മുതൽ. അപ്പൊ നമുക്ക് ആകെ സംശയമായി. ഇങ്ങനെ സംശയം വരുന്ന സാഹചര്യത്തിൽ ഇതിന് സമാനമായ വേറെ വാക്കുകൾ നമ്മൾ ആലോചിച്ച് നോക്കും. ആ ജന്മത്തിന് പകരം ആബാലം, ആബാലവൃദ്ധം. അപ്പോ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ. ആപാദചൂടം, പാദം മുതൽ മുടി വരെ. അപ്പോ ആപാദം, ആബാലം, മുതൽ എന്നുള്ള അർത്ഥത്തിലാണല്ലോ പറഞ്ഞേ. അപ്പോ ആ ജന്മം, ജന്മം മുതൽ ഓപ്ഷനിലുണ്ട്. അപ്പൊ ഇതാണ് ആൻസർ. മനസ്സിലായി? അങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. അടുത്ത പറയും. അതിയധികം ആശ്ചര്യം. അത് മാത്രമേ ഉള്ളൂ, വേറെ വാക്കുകളുണ്ടോ? ചേർത്തെഴുതണം. ഇല്ല. അടുത്ത ചോദ്യം എന്താ? ഐച്ഛികം യാദൃച്ഛികം. അപ്പൊ ആശ്ചര്യം പിരിച്ചെഴുതുമ്പോ അത്യാശ്ചര്യം എന്നാണ് എഴുതുക. അത്യാശ്ചര്യം. അതുപോലെ തന്നെ ചില ശരിയായ പദങ്ങൾ ഞാൻ പറയാം, അത് തന്നെയാണ് കറക്റ്റ്. എതിർച്ഛയ ശരിയാണ്. യാദൃച്ഛികം. അടുത്ത പറയൂ. ഐച്ഛികം. ഐച്ഛികം. ഐച്ഛികം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഐച്ഛികം എന്ന് പറഞ്ഞ, ഇപ്പൊ ഞാനിത് എഴുതി ഐച്ഛികം. ഐച്ഛികം. ഇപ്പൊ കോളേജിലൊക്കെ മലയാളം, ഇംഗ്ലീഷ്, അപ്പൊ ഏതാ മെയിൻ എടുത്തത്? അത് ഞാൻ മെയിൻ ഐച്ഛികമായിട്ട് എടുത്തത്. എന്താണ്? തെറ്റി. ഇതാണ് ഐച്ഛികം. ഐച്ഛികം എന്ന് പറഞ്ഞാൽ മെയിൻ, പ്രധാനം എന്നുള്ള അർത്ഥമാണ്. ഇങ്ങനെ എഴുതുന്നത് ഐച്ഛികം. അപ്പൊ ഇത് ശരിയാണ്. യാദൃച്ഛികം, എതിർച്ഛയ. പിന്നെ അതുപോലെ സ്വേച്ഛ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. സ്വേച്ഛ. സ്വേച്ഛ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇച്ഛ എന്നർത്ഥം. സ്വന്തം ഇച്ഛ. ഇച്ഛ സമം ആഗ്രഹം. അപ്പൊ സ്വേച്ഛയായി. സ്വേച്ഛാധികാരം, സ്വന്തം ഇച്ഛ പ്രകാരം ഭരിക്കുക. അടുത്ത എന്താ? അഗ്നിയുടെ പര്യായപദങ്ങൾ. അഗ്നിയുടെ പര്യായപദങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അഗ്നിയുടെ പര്യായപദങ്ങൾ പറയൂ. പാവകൻ. പാവകൻ. അനലൻ. അടുത്തത് അനലൻ. വഹ്നി. വഹ്നി. ധനഞ്ജയൻ. ധനഞ്ജയൻ. ഊഷ്മവം. ഊഷ്മവം. കാര്യം ചൂടുണ്ടാക്കുന്നതിനാൽ ഊഷ്മാവ്. ഊഷ്മപം. വൈശ്വാനരൻ. വൈശ്വാനരൻ. ചിത്രഭാനു. ചിത്രഭാനു. ആശ്രയാസനൻ. ആശ്രയാശനൻ. ഇവിടെ സ്ഥലം കിട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ. ആശ്രയാശനൻ. ദഹനൻ. അടുത്തത് ബഹുലൻ. ബഹുലൻ. ഭാസ്വരൻ. ഭാസ്വരൻ. ഭാസ്കരൻ. ഭാസ്കരൻ സൂര്യൻ. ഇതെന്തോ പറഞ്ഞേ? ഭാസ്വരൻ. ഭാസ്വരൻ. ഇതെല്ലാം എന്തിനെ കുറിച്ചാണ്? അഗ്നിയെ കുറിച്ചാണ്. വസു. 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 വിരോചനൻ. വിരോചനൻ. ഗൃഹപം. വിരോചനൻ. അപ്പൊ ഇത്രയും നിങ്ങൾ എഴുതിയെടുത്തെന്ന് പറഞ്ഞു. പോസ് ചെയ്തിട്ട് അടുത്തത് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇനിയും അഗ്നിയുടെ പര്യായപദം തീരുന്നില്ല. എന്താ പറഞ്ഞേ? ഗൃഹപം. ഗൃഹപം. ശിഖാവാൻ. ശിഖാവാൻ. ശിഖയുള്ളവൻ എന്നുള്ള അർത്ഥം. ശിഖാവാൻ. ശിഖി. ശിഖി. അപ്പൊ ശിഖി സമം എന്താണ്? അഗ്നി തന്നെയാണ്. ഇതെല്ലാം അഗ്നിയുടെ പര്യായപദങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ശിഖ എന്ന് പറഞ്ഞാൽ പിൻ കുടുമ എന്നാണ് അർത്ഥം. തലയുടെ പുറവശമുള്ള കുടുമയില്ലയോ ചിലർക്ക്, ആ പിൻ കുടുമ, അതിനെയാണ് ശിഖ എന്ന് പറയുന്നത്. ശിഖി എന്ന് പറഞ്ഞാൽ രണ്ട് പേരുണ്ട്. അഗ്നിക്കും ശിഖി എന്ന് പേരുണ്ട്. അഗ്നിക്കും പേരുണ്ട്, അതുപോലെ തന്നെ
മയിലിനും ശിഖി എന്നാണ് പറയുക. അപ്പൊ ശിഖയായി. ഇനി മറ്റൊരു കാര്യം ശാഖ. ശാഖ ശാഖ മരത്തിന്റെ ശാഖ. ശാഖി മരം. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്ത എന്താണ്? വനത്തിൽ പിരിച്ചെഴുതുക. വനത്തിൽ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വനം അധികം ഇൽ ആണ് വനത്തിൽ. അത് ഇല്ലെന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. വനത്തിൽ നിന്നാണ്. വനം പ്ലസ് ഇൽ എന്ന് പറയുന്നത് ഇൽക്കൽ, ആധാരിക. അപ്പൊ ആധാരിക വിഭക്തി. വനം പ്ലസ് ഇൽ എന്ന പ്രത്യയം ചേർക്കുമ്പോൾ വനത്തിൽ എന്നാവും. ഇവിടെ അത്ത് എന്ന് പറഞ്ഞൊരു ഇടനിലയുണ്ട്. അത്ത്. ഈ അത്ത് വനം പ്ലസ് ഇൽ, വനത്തിൽ. അപ്പൊ അത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ ഇടയ്ക്ക് ചേർക്കുന്നുണ്ട്. ആ സാധനത്തിനെ വിളിക്കുന്ന പേര് ഇടനില എന്നാണ് ഗ്രാമറിൽ പറയുന്നത്. ഇടനിലയുടെ വേറൊരു പേര് അംഗപ്രത്യയം എന്ന് പറയും. അംഗപ്രത്യയം. ഓക്കെ. അപ്പോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ വളരെ വേഗത്തിലാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ പരീക്ഷയ്ക്കൊക്കെ പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്റെ ക്ലാസ് കേൾക്കുമ്പോൾ കുറെ എക്സ്ട്രാ പോയിന്റ്സ് അല്ലെങ്കിൽ പഠിച്ച കാര്യം റിവിഷൻ, ഇങ്ങനെയുള്ള പല ഫീലാണ് ഉണ്ടാവുക. അപ്പൊ അത് ആ ഒരു ചൂടോടെ തന്നെ പഠിക്കുക. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഈ വീഡിയോ ഒക്കെ കാണുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഇപ്പൊ നമ്മൾ അർത്ഥവും പര്യായവും വിപരീതവും എതിർലിംഗവും സമാസവും എല്ലാം ടച്ച് ചെയ്താണ് വന്നത്. സന്ധിയൊക്കെ ടച്ച് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇനി നമുക്ക്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ അപ്പോൾ എനിക്ക് മനസ്സിലാവും തുടർന്നും വീഡിയോസ് ചെയ്യണമെന്ന്. അപ്പോൾ അതനുസരിച്ച് ഞാൻ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.